എംബ്രിക്കാണ് ചെയ്തിരിക്കുന്നത്. അത് എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു. പ്ലാസ്റ്റർ ചെയ്യുന്നില്ല എങ്കിൽ ഇതുപോലെ ക്ലിയർ കോട്ട് അടിച്ച്, കാര്യം എൻ്റെ വീടിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എംബ്രിക്കിലാണ്. കിച്ചൺ സൈസ് ചെറുതാണ്, അതിലൊരു 6 സീറ്ററായിട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫുള്ളായിട്ടാണ് റൂമുകൾ ബെഡ്റൂം സൈസ് അത്യാവശ്യം വലിയ ബെഡ്റൂം സൈസാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒരേപോലെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. അത് വേസ്റ്റേജ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ സഹായിക്കും. നമ്മളെ പല വ്യത്യസ്തമായ വീടുകൾ കാണാറുണ്ട്. വ്യത്യസ്തമായ വീടുകളിൽ അതിലെന്താണ് വ്യത്യസ്തത എന്നുള്ളത് നമുക്കത് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ അല്ലേ. ഇന്ന് കാണാൻ പോകുന്നത് ഒരു അടിപൊളി വീടാണ്. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഈ വീട് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് എംബ്രിക്കിലാണ്. അത് എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ചെമ്പ്രക്കി എന്ന് പറയുന്ന സ്ഥലത്ത് സലീം ബാവ അദ്ദേഹത്തിൻ്റെ സുഹറ ദമ്പതികളെ അവർ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഒരു 20 സെൻറ്റിനകത്ത് ചെയ്തിരിക്കുന്നു. 2000 സ്ക്വയർ ഫീറ്റ് വീട്. അതിൽ 3 ബെഡ്റൂമുണ്ട്, ഒരു ഓഫീസ് റൂം. ബാക്കി ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. പ്രധാനമായിട്ട് എംബ്രിക്ക് എക്സ്പോസ് ചെയ്യുമ്പോഴേക്കും എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ എടുക്കണം. ഇറ്റ്സ് മീ അജയ് ശങ്കർ, വെൽക്കം ടു മൈ ഷോ ഹോം ഡീറ്റെയിൽഡ്. നമുക്ക് സാധാരണ തുടങ്ങുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ കോമ്പൗണ്ട് വാളുകൾ ഇതാ ഈ ഏരിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതും ചെയ്തിരിക്കുന്നത് എംബ്രിക്കിലാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഗേറ്റ് GIയിൽ ചെയ്തിരിക്കുന്നു. ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈ ഒരു കളർ ഒരുപാട് എലമെൻറ്റ് വരുന്നുണ്ട്. ഒരു എന്താ പറയുന്നത്, ഒരു ഗ്രീനാണ്, പക്ഷേ ആ ഗ്രീനിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ GIയിൽ ചെയ്തിരിക്കുന്ന ഗേറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗേറ്റുകളിലെല്ലാം തന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ഈ എന്താ പറയുക സൈഡിൽ കൂടെ കെർബ് ചെയ്തിട്ടുണ്ട്. കെർബ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതുപോലെ ബോർഡർ കൊടുത്ത് ചെയ്യുന്നതിന് കെർബ് സ്റ്റോണൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ കെർബ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചെയ്തിരിക്കുന്നത് എംബ്രിക്കിൽ തന്നെയാണ്. അത് എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ലാൻഡ്സ്കേപ്പ് ഞാൻ പറഞ്ഞു 20 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. ആ 20 സെൻറ്റിനെ ഇവർ കെർബ് ചെയ്ത് ഒരു ബോർഡർ കൊടുത്തിട്ട് ഇവിടെ നോർമലി ബേബി മെറ്റൽസ് ആണ് ഇട്ടിരിക്കുന്നത്. അതേസമയം ഈ ഏരിയ ഒരു എന്താ പറയുന്ന ഒരു ഗാർഡൻ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ഗ്രാസ് തന്നെ സെറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഗാർഡൻ ഏരിയയിൽ ഇതുപോലെ ഒരു 10 സെൻറ്റ് ഇത് അപ്പുറം ഉണ്ട് കേട്ടോ. അവിടെ ഇവർ നമ്മുടെ സലീമിക്ക ഒരു ബിൽഡർ തന്നെയാണ്. ആൾ നമ്മുടെ ഇഷ്ടത്തിന് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയോ അല്ല ഇതുപോലുള്ളത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ സമീപിക്കാൻ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ചെടികളൊക്കെ വയ്ക്കാൻ പാകത്തിനുള്ള ഒരു ഏരിയ, അങ്ങനെ ആ ഒരു മണ്ണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. കോമ്പൗണ്ട് വാൾ ഞാൻ പറഞ്ഞു ഇതേ കല്ല് ഓപ്പണായിട്ട് തന്നെ എക്സ്പോസ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതിലേ നമ്മൾ വോളുകൾ ചെയ്യുമ്പോഴത്തേക്കും എക്സ്പെൻസ് കുറച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. ടാറ്റയുടെ വയറോണൊക്കെ ഇങ്ങനെ ചെയ്ത് കാണാറുണ്ട്. ഓൾറെഡി നമ്മൾ പാർട്ടീഷൻ ചെയ്യുകയും ചെയ്തു, അതേസമയം ഇത്രയും വലിയൊരു എക്സ്പെൻസ് ആവാതെ ഇരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. അവിടെയൊക്കെ ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു എംബ്രിക്കാണ് ചെയ്തിരിക്കുന്നത്. അത് എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ഇനി മുകളിലെല്ലാം ചെയ്തിരിക്കുന്ന നാടനോടാണ്. ഈ നാടനോടിൻ്റെ താഴെ നമ്മുടെ റൂഫ് കൂൾ ഷീറ്റില്ലേ അത് ചെയ്തിട്ടുണ്ട്. അലുമിനിയത്തിൻ്റെ നമ്മുടെ വീഡിയോയിലുണ്ടായിരുന്നു. അതിൻ്റെ താഴെയാണ് പൂവോട് പാകിയിരിക്കുന്നത്. ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ വെളിയിലുള്ള ടെമ്പറേച്ചർ വ്യത്യാസപ്പെട്ട് കാണാൻ സാധിക്കും റൂം ടെമ്പറേച്ചറിൽ. ഇനി ഇത് കുറച്ച് അടുത്ത് കാണിച്ചു തരാവേ. ഇതാണ് എംബ്രിക്ക് ചെയ്തതിന് ശേഷം ഇതിവർ എന്താ പറയുക ഇവർ തന്നെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിനിടയിൽ കൂടെ സിമെൻറ്റും കൂടെ ചേർത്ത് ഒരു കളർ ചേർത്ത് നടുക്ക് കൂടെ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ക്ലിയർ കോട്ട് അടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പ്ലാസ്റ്റർ ചെയ്യുന്നില്ല എങ്കിൽ ഇതുപോലെ ക്ലിയർ കോട്ട് അടിച്ച് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മാത്രം വേണം ചെയ്യാനായിട്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി എക്സ്പോസ്ഡ് ആണ്. നമുക്ക് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ടൈലാണ്. ടൈലെന്ന് പറഞ്ഞാൽ വലിയ സൈസ് 6x4 സൈസിലുള്ള ടൈലെടുത്ത് അത് ഡബിൾ ടിക്ക് കൊടുത്ത് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. 2 സൈഡിലും പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 13-10 സൈസിലുള്ള വലിയ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിറ്റ് ഔട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ വാങ്ങിച്ച ഫർണിച്ചർ വെളിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് വെളിയിൽ വിടാം, മഴയും വെയിലും ഒന്നും കൊണ്ടുവന്ന ഇതിന് പ്രശ്നമില്ല, അങ്ങനെയുള്ള ഫർണിച്ചറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ചാരുകസേര എനിക്കൊന്ന് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ആ ചാരുകസേരയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ഡോറിലേക്ക് വരാം. ഡോറിൽ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ വിസിബിലിറ്റി കട്ടാവാതെ നമുക്ക് വലിയൊരു ഡോർ പോലെ ഫീൽ ചെയ്യും. അതേസമയം ഡോറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ 205 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊടുത്തിരിക്കുന്ന വുഡൻ ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഇത് ടീക്കിലാണ് ചെയ്തിരിക്കുന്നത്. തേക്ക് ആഞ്ഞിലി അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഉള്ളിൽ ധാരാളം കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറത്തെ പ്രത്യേകതകൾ. ഞാൻ പറഞ്ഞു 2000 സ്ക്വയർ ഫീറ്റ് 3 BHK, അതിൽ തന്നെ ഒരു ഓഫീസ് റൂം സഹിതം ചെയ്തിരിക്കുന്ന ഒരു എംബ്രിക്കിൽ പൂർണ്ണ
പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് നിങ്ങൾ കാണുന്നത്. ഇനി എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ കുറച്ച് ഇതിൻ്റെ സീലിംഗ് ഞാൻ പറഞ്ഞു പൂവോടാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ പറഞ്ഞ റൂഫ് കൂളിൻ്റെ ഷീറ്റ് ഉള്ളത്. മുകളിലാണ് എന്ത് വരുന്നത്, ഓട് വരുന്നത്. ഇത് പൂർണ്ണമായിട്ടും നമുക്ക് അകത്ത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഈ എംബ്രിക്കിൽ ചെയ്ത വീടുകളിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. വെളിയിൽ നിന്ന് നല്ല ചൂടുള്ള സമയത്ത് വെളിയിൽ നിന്ന് അകത്തേക്ക് വരുമ്പോഴത്തേക്കും റൂം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാര്യം എൻ്റെ വീടിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എംബ്രിക്കിലാണ്. നമുക്ക് പണിയെടുക്കുന്നവരൊക്കെ പറയുന്നത് നമുക്ക് അകത്തോട്ട് കയറുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയോ. ഇതാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ ലിവിങ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 16 സൈസിലുള്ള ലിവിങ് സ്പേസ്. അതിൽ തന്നെ ഇവിടെ കോർണർ സോഫ ചെയ്തിരിക്കുന്നു. ഇത് ഇവർ നേരത്തെ ഇവരുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നടുക്കായിട്ട് സെൻറ്റർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ തന്നെ ഗ്ലാസ് കൊടുത്തുള്ള സെൻറ്റർ ടേബിൾ. താഴെ റഗ് കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഇത് ടൈല് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറ്റാലിയൻ മാർബിൾ പോലെ ഫീൽ ചെയ്യത്തക്ക രീതിയിലുള്ള ബുക്ക് മാച്ച് സീരീസ്, അതായത് നമുക്കിത് വെച്ചിട്ട് വിരിക്കാം. അങ്ങനെ ബുക്ക് മാച്ച് സീരീസ് കിട്ടത്തക്ക രീതിയിലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ സീബ്ര ബ്ലൈൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ, ഗ്ലോസി ലാമിനേഷൻ കൊടുത്തുകൊണ്ട് ഒരു TV യൂണിറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഒരു ഏരിയ കൃത്യമായിട്ട് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ വെളിയിൽ പറഞ്ഞതാണ്, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ പൂവോട് കൊടുത്തിട്ട് താഴെ നമുക്ക് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചൂട് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു അകത്തോട്ട് നമ്മൾ കയറുമ്പോഴത്തേക്കും. ഇനി ഇപ്പോൾ ലിവിങ് ഏരിയയിൽ 2 ഫർണിച്ചർ പറഞ്ഞു. ഇവിടെ ഒരു 2 സീറ്റർ റിക്ലൈനറും അതുപോലെ ഒരു സിംഗിൾ സീറ്റർ റിക്ലൈനറും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവരുടെ കിച്ചണിലേക്ക് വരാം. ഇതിൻ്റെ സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും കിച്ചൺ സൈസ് ചെറിയ കിച്ചൺ സൈസാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ സൈസ് നോക്കുവാണെങ്കിൽ ഏതാണ്ട് 12-11 സൈസുള്ള ചെറിയ കിച്ചണാണ്. ഓപ്പൺ കിച്ചണായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. കൗണ്ടർ ടോപ്പ് നമ്മുടെ ടൈല് തന്നെ യൂസ് ചെയ്തിരിക്കുന്നു. അത് 16 mm ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 15 mm 15 mm ടൈല് ഡബിൾ തിക്നെസ് കൊടുത്ത് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ കൗണ്ടർ ടോപ്പ് ചെയ്തുകൊണ്ട് കിച്ചൺ കൗണ്ടർ ടോപ്പ് എല്ലാം തന്നെ 15 mm ടൈലാണ് വന്നിരിക്കുന്നത്. അതേസമയം താഴെ എല്ലാം മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ ചെയ്തിരിക്കുന്നു. അതേ സംഗതി മുകളിലേക്കും ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു ചെറിയ കിച്ചൺ അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാ പ്ലേറ്റ് വെക്കാനായിട്ടുള്ള സംവിധാനവും ഇവിടെ നമുക്ക് വാഷ് ബേസിനും ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് കിച്ചൺ വരുന്നത്. ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ സീലിംഗ് എല്ലായിടത്തും ഒരുപോലാണ്. ഇവിടെ ആകെ അവർ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഒരു പ്ലാറ്റ്ഫോം ഇട്ടിരിക്കുന്നത് നമ്മുടെ ടാങ്ക് വെക്കാനായിട്ടുള്ളൊരു ഏരിയ മാത്രമാണ്. അത് നമ്മുടെ മാസ്റ്റർ ബാത്റൂമിൻ്റെ മുകളിലാണ് ചെയ്തിരിക്കുന്നു. ഫ്രിഡ്ജ്. ഇനി നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ 2000 സ്ക്വയർ ഫീറ്റാണ്. ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചണിൽ നേരെ ഡൈനിങ് ഏരിയയുടെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 12-11 സൈസിലുള്ള ചെറിയ ഡൈനിങ് ഏരിയയാണ് വന്നിരിക്കുന്നത്. അതിലൊരു 6 സീറ്ററായിട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. വുഡാണ് ലെഗ്സ് കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. ടോപ്പായിട്ട് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു ടൈൽ ടോപ്പ് കൊടുത്തിരിക്കുന്നു. അതും 15 mm ടൈൽ ഡബിൾ തിക്നെസ് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഡൈനിങ് ടേബിളിനോട് ചേർന്നാണ് വാഷ് ബേസിൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ടോപ്പ് നമ്മൾ കുറച്ച് മുന്നേ കിച്ചണിൽ കണ്ട അതേ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നു. താഴെ മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ. ഇവിടെ ഓപ്പൺ ലഡ്ജസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു മിററും വെച്ചിട്ടുള്ള ഏരിയയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒക്കെ വെക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു ടോട്ടല് 3 ബെഡ്റൂംസാണ് ഉള്ളത്. അതിൽ ഒരു ബെഡ്റൂം കൂടെ എക്സ്ട്രാ ഉണ്ട്. 4 ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം. ആ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഒരു ഓഫീസ് റൂമായിട്ടാണ്. ഇതൊരു കോറിഡോർ പോലെ. അതായത് ഇതിൻ്റെ 2 സൈഡിലായിട്ടാണ് റൂമുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പോട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് പോലെ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കിനി 1ാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഇത് ശരിക്കും മാസ്റ്റർ ബെഡ്റൂം അല്ല കേട്ടോ, ബെഡ്റൂമായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ബെഡ്റൂം സൈസ് അത്യാവശ്യം വലിയ ബെഡ്റൂം സൈസാണ്. നമുക്ക് 13-11 സൈസുള്ള വലിയ ബെഡ്റൂം. അതിൽ തന്നെ വുഡിൻ്റെ ബെഡ് കോട്ട് കൊടുത്തിരിക്കുന്നു. ഒരു സൈഡിൽ മാത്രമേ നമുക്ക് സൈഡ് ടേബിൾ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ജനാലയുണ്ട്. ജനാലകളെല്ലാം തന്നെ വുഡിലാണ്. അതെല്ലാം ആഞ്ഞിലിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇവരൊരു വർക്കിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട്. ആ വർക്കിംഗ് ടേബിളിൽ നിന്ന് ഈ ഏരിയയിലാണ് വാർഡ്രോബ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് അവരുടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഡ്രസ്സിങ് യൂണിറ്റ് പോലെ നടുക്കായിട്ട് ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ബാത്റൂം സൈസ് നോക്കുവാണെങ്കിൽ 250-140 സൈസാണ്. അത് താഴെ മാറ്റ് ഫിനിഷ് ടൈല്, ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പോഷ് ഫിനിഷ് ടൈല് വോളിൽ
കൊമോഡ് ചെയ്തിരിക്കുന്നു, കൺസീൽഡ് ആയിട്ടുള്ള വാട്ടർ ടാങ്ക്. ബാക്കി നമുക്കൊരു ബാത്റൂമിലേക്ക് വേണ്ട ആക്സറീസ് എല്ലാം ചെയ്തിട്ടുള്ള ഒരു റൂമാണ് ഇത്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ രണ്ടാമത്തെ റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓഫീസ് റൂം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ കോറിഡോർ എന്ന് പറഞ്ഞല്ലോ, ഇതാണ് ആ ഓഫീസ് റൂമായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിത് വെളിയിൽ നിന്ന് കാണാൻ പറ്റുന്ന റൂമാണ്. വേണമെങ്കിൽ ഒരു ബെഡ്റൂം ആക്കി എടുക്കാം, പക്ഷേ അവരുടെ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓഫീസ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നതാണ്. ബാക്കി ഇവിടെ ബുക്ക് ഷെൽഫ്, ഇതൊരു റീഡിങ് ഏരിയ ആയിട്ട് ഒരു യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കി പ്രിൻ്ററൊക്കെ വെച്ചിട്ട് ഈ ഒരു ഏരിയ നമ്മുടെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടില്ലേ, അതുപോലെ തന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് പോലെ ചെയ്തിരിക്കുന്നത് കാണാം. ഇനി മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ബെഡ്റൂം സൈസുകളെല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ സൈസിൽ പോയിരിക്കുന്നു. ഇവിടെ ബെഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. വൺ സൈഡാണ് നമ്മൾ സൈഡ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഇതിവിടെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മളും പല വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ, അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലൊരു ഷെൽഫ് ക്രമീകരിച്ചിരിക്കുന്നു. ഇതും നേരത്തെ ഉണ്ടായിരുന്നതാണ്, അതങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പിന്നെ കുറച്ച് മുന്നേ കണ്ടില്ലേ, അതുപോലെ തന്നെ മറൈൻ പ്ലൈവുഡിൻ്റെ വാർഡ്രോബും ഇവിടെ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെ സെപ്പറേറ്റ്, അവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ആ ഡ്രസ്സിങ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടൈൽ കൗണ്ടർ ടോപ്പ് കൊടുത്തുകൊണ്ടുള്ള ഡ്രസ്സിങ് യൂണിറ്റ് വന്നിരിക്കുന്നു. ഇനി ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം. നമ്മൾ അപ്പറേ കണ്ട അതേ ടൈലുകൾ ചെയ്തിട്ടുണ്ട്, ഗീസറൊക്കെ വെച്ച്. അതുപോലെ കോമോഡ്, ഇനി WCA, നമ്മുടെ വാഷിംഗ് ക്യൂബിക്കിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. അങ്ങനെ ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ്. സൈസിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട ആ റൂമിൻ്റെ ഒരു റിപ്ലിക്കേഷനാണ് വരുന്നത്. ഇവിടെ ബെഡ് കോട്ട്, വൺ സൈഡ് ടേബിൾ. ഇവിടുത്തെ മോൻ്റെയാണ്, പുള്ളി പഠിക്കുന്നതാണ്, +2 പഠിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ടൊരു ഒരു സ്റ്റഡി ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഓപ്പണായിട്ട് 3 ഡോർ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ അതേ ബാത്റൂം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ബാത്റൂമിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വാട്ടർ ടാങ്കുകൾ സെറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ കണ്ട അത്രയും സീലിംഗ് അല്ല ഇവിടെ വരുന്നത്. ബാക്കി എല്ലാ ആക്സസറീസോടും കൂടിയ ഒരു ബാത്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഫ്ലോറിങ്ങിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ഒരേ ടൈലാണ്. ആ ഫ്ലോറിംഗ് ടൈലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയിരിക്കുന്നു. പിന്നെ ഒരു ടൈൽ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ബാത്റൂമിലാണ്. ആ ടൈലും ഒരേപോലെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. അത് വേസ്റ്റേജ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ലൈറ്റ്സ്, നല്ല രീതിയിലുള്ള വോം ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിംസ് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, എംബ്രിക്കിൻ്റെ ഒരു എക്സ്പോസ് ചെയ്ത വീട് കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പുള്ളി നമ്മുടെ സബ്സ്ക്രൈബറാണ്, സലീം ഖാൻ, എന്നെ വിളിച്ച ആൾ സ്ഥലത്തില്ല കേട്ടോ, ആൾ വെളിയിലാണ്. എന്നെ വിളിച്ച് ഞാനിങ്ങനെ ഒരു വീട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതൊരു എക്സ്പീരിയൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഫോട്ടോ കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വന്ന് കാണുന്നത്. യഥാർത്ഥത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വീടുകളെല്ലാം നമ്മൾ കാണിക്കാറുണ്ട്. വ്യത്യസ്തമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വീടും ഞാൻ എൻ്റെ ചാനലിൽ കൂടി ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വീട് വെക്കുന്നതുകൊണ്ട് കുറച്ചേറെ തിരക്കുണ്ട്, അതുകൊണ്ട് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നില്ല. എൻ്റെ വീട് പണി കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആകും, ജോലിയൊക്കെ ഉള്ളതുകൊണ്ടുള്ളൊരു തിരക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഈ വീടിൻ്റെ ഉടമസ്ഥ എൻ്റെ ഒപ്പമുണ്ട്, സലിമിക്കയുടെ മകൾ എൻ്റെ ഒപ്പമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം ബാക്കിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഒപ്പമുള്ളത് ഈ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള നമ്മുടെ സലീമിക്കയുടെ 2 മക്കളാണ്, ഷാന, ഷാഹിദ്. എന്നെ ഷാനയാണ് കണക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഫാദർ ഇവിടെ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എംബ്രിക്ക് ഞാൻ എൻ്റെ വീട് ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റിലാണ്. അത് ഇതിൻ്റെ വേറൊരു വെർഷനാണ്. എല്ലാത്തിനും ചില സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇത് എക്സ്പോസ് ചെയ്ത് എൻ്റെ അടുത്ത് വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആയിരുന്നില്ല, എംബ്രിക്ക് എക്സ്പോസ് ചെയ്ത് ചെയ്യുക എന്നുള്ളത്. കാര്യം അതിനകത്ത് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്ത് ചെയ്യേണ്ട സാധനമാണ്. വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർക്കിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ? അതെ പൂർണ്ണമായിട്ടും. കാരണം ഞാൻ ഇതിൽ ഫുള്ളി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല എൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ. പക്ഷേ ഫാദർ പറഞ്ഞു, ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഓരോ മെറ്റീരിയൽസ്, ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ പോലും പ്ലംബിങ്, ലൈറ്റിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് കാരണം നമ്മൾ ഇത് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇതൊരു വീട് ലാസ്റ്റിംഗ് ആയിട്ട് വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പം അത്രയും ക്വാളിറ്റിയിലുള്ള ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ജിപ്സോ ആണ്, HDMR ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പം നാട്ടിലെല്ലാവർക്കും അറിയാം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു AC ഇല്ലാതെ നമുക്ക് വീട്ടിലിരിക്കാം എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വെളിയിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ കൃത്യമായിട്ട്, അതായത് റൂം ടെമ്പറേച്ചർ വേരി ചെയ്യുന്ന കൃത്യമായിട്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞാനതിനിടയ്ക്ക് പറയുകയും ചെയ്തു. എങ്ങനെയുണ്ട്? ആൾ +2 പഠിക്കുന്നത്. എപ്പോഴും ഇവർ വരുന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ വീട്? പിന്നെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആ ഒരു
നമുക്ക് ഒരു എന്താ മിതമായിട്ടുള്ളൊരു വീടാണ്, ഇങ്ങനെ ഒരുപാട് വലുതല്ല, പക്ഷെ എന്താ നമുക്കിത് മതി, ഇത് തന്നെ ധാരാളം. മിനിമൽ ആയിട്ടുള്ളൊരു സാധനം. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു കൂടുതലും മിനിമലിസത്തിലേക്ക് ആൾക്കാർ പോകുന്ന ഒരു സമയമാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾ വീട് വെച്ച് കൊടുക്കട്ടുണ്ടോ, അതിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ, അതിനകത്ത് വിളിക്കാൻ പറ്റുമോ, നമ്മളെ വിളിക്കാൻ സാധിക്കുമോ? അതെ, അതിനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അതിലോട്ട് വിളിച്ചാൽ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വെച്ച് കൊടുക്കുമല്ലേ ചെയ്യുന്നത്? അത് 10 സെൻറ്റാണ് നമ്മൾ സ്ഥലമുള്ളത്. അപ്പം അതിൽ ഇതുപോലെ നമ്മൾ ഉദ്ദേശിച്ച ഇതുപോലെ ഒരു എന്താ പറയുക ചൂട് കുറച്ചിട്ടുള്ള ഒരു മിനിമലായിട്ടുള്ള വീടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വരുന്ന അനുസരിച്ച് അവരുടെ രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഈ എംബ്രിക്കിൻ്റെ തന്നെ കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്, ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ. അത് വളരെ അതിലേത് രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം, അതിനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിപ്പോൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ വീടിനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും, വീട് നമ്മൾ എങ്ങനെ വേണമെന്നായിരിക്കും. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വെർഷനുണ്ട്, വീട് നമ്മളെ ആഗ്രഹിക്കുക എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പോൾ മുരളി സാറൊക്കെ പറയുന്നതാണ്, ആ വീട് നമ്മളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും ഒരു എന്താ പറയുന്നത്, പല രീതിയിലുള്ള പല കൾച്ചറിലുള്ള വീടുകൾ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ വളരെ ഫ്രീ ആയിട്ടുള്ള എനിക്ക് കൂടുതൽ ഓപ്പൺ കോൺസെപ്റ്റുകൾ ഇഷ്ടമുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ട് കൊണ്ടുപോയി കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഗ്യാതറിങ്ങിന് പറ്റിയൊരു വീട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും അങ്ങനെ വന്നൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷം. ഇത് വന്ന് നമ്മൾ ഈ ഒരു വീട് എല്ലാവരെയും കാണിച്ച് ആ ഒരു എക്സ്പോഷറിന് വേണ്ടി എക്സ്പോഷർ ചെയ്തു തന്നതിന് ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഞങ്ങളും താങ്ക്സ് പറയും. താങ്ക് യു. അതിലൊരു ബേസിക് സാധനം പല ആൾക്കാർക്കും പലതും ചെയ്യുമ്പോൾ സംശയങ്ങളാണ്. നമ്മൾ ചില സംശയങ്ങൾ നമുക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അത് കൃത്യമായിട്ട് അത് മനുഷ്യൻ്റെ സ്വതസിദ്ധമായൊരു കാര്യമാണ്. അതിൽ നമ്മുടെ എക്സ്പീരിയൻസും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാധനം വിളിച്ചത് കൊണ്ടാണ് എനിക്ക് ഞാൻ കുറച്ച് ലേറ്റായി. കാരണം വീട് പണി നടക്കുന്നതുകൊണ്ട് ഇത് എന്താ പറയുന്നത്, നാളെ നമ്മൾ പറഞ്ഞിരുന്ന അതാണ് ഇന്നത്തേക്ക് ഞാൻ പോസ്റ്റ്പോൺ ചെയ്തെടുത്ത് ഇന്ന് എടുക്കുന്ന ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിന് നമ്മളോട് സഹകരിച്ചതിന് താങ്ക് യു സോ മച്ച്. എപ്പോഴും ഇങ്ങനെയാണ്, ഏതൊരു വീടും ഞാൻ ആദ്യം ഇതിനിടയ്ക്ക് പറഞ്ഞതാണ്, നിങ്ങളുടെ വീടുകളും നമ്മുടെ ചാനലിൽ വരും. ഒറ്റ കാര്യമുള്ളൂ, അതിലൊരു വ്യത്യസ്തത ഉണ്ടാവണം. കാണുന്നവർക്കത് ഒരു എലമെൻറ്റെങ്കിലും എടുക്കാൻ പറ്റണം, വേറെ ഒന്നുമില്ല. അപ്പോൾ കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി വീടുമായി. അതുവരേക്കും അജയ് ശങ്കർ സൈനിക. ഗുഡ് ബൈ.